കണ്ണൂർ പന്നിയൂർ ITI വിദ്യാർത്ഥി പ്രവീൺ കുമാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ഞായറാഴ്ച വൈകിട്ടാണ് പ്രവീൺ കുമാറിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട്ടെ കെയർ ഹോമിൽ നിന്ന് തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റിയ കാര്യം അറിയിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. പന്നിയൂർ ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥി പ്രവീൺ കുമാറിനെ ഞായറാഴ്ചയാണ് തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രവീൺ കുമാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. കുട്ടീനെ ഞങ്ങൾ ഹോസ്റ്റലിലാക്കിയിരുന്നു. കുട്ടി ഹാൻഡ്സ് വെക്കുന്നത് പറഞ്ഞിട്ടാണ് ഇവർ പിടിച്ച് കുട്ടീനെ ഉപദ്രവിച്ചത്. കുട്ടീനെ ഉപദ്രവിച്ച് ഇവർ റൂമിൽ തന്നെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. പോയി 5 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടി തൂങ്ങിയെന്നാണ് പറയണത്. ഇതിൽ ഈ 2-3 കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ 2 കുട്ടി ഇത് ഒന്നും മിണ്ടില്ല. 3ാമത്തെ കുട്ടി വിവരം പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ കയറി പറയേണ്ട ഒന്നും പറയാതെ അവനെ തട്ടിമാറ്റിക്കൊണ്ടു. അപ്പം ഇവിടെ ഈ സംഭവം സംഭവിച്ചിട്ട് ഇവരാരും ഈ നിമിഷം വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നമ്മുടെ പറയാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോയി ആക്കിയത് പാലക്കാട് ചൈൽഡ് വെൽഫെയറിലാണ്. അവിടെ നിന്ന് ഇവിടേക്ക് എനിക്കറിയില്ല. ചൈൽഡ് വെൽഫെയർ ഞാൻ ആക്കിയിരുന്നത്. ഇവിടേക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പ്രവീൺ കുമാർ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത്. എന്നാൽ രാത്രി 9:45 ശേഷമാണ് വിവരം അറിയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. 5:54 വിളിച്ചു. വേറെ ചക്കം പോയി കൊടുത്തു. എവിടെയാണ് പിവിൻ? എവിടെയാണ് പിവിൻ? പുറത്ത് പോയിരിക്കുക. പക്ഷെ ഇവർ എന്നിട്ട് പുറത്തൊക്കെ പറഞ്ഞില്ല. ഇവരുടെ കയ്യിൽ ആൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻസ് ഉണ്ടിട്ട് പറിച്ച് 3-4 പോയിട്ട് പറിച്ചു. പറിച്ചപ്പോൾ കുട്ടി താഴത്തേക്ക് വീണു. വാർഡിന്റെ കൂടെ 2-3 കുട്ടികളുണ്ടായിരുന്നു. ഇവരാണ് കുട്ടികളെ തട്ടിപ്പറിച്ചത്. പ്രവീണിന്റെ കയ്യിൽ നിന്ന് കുട്ടികളാണ് തട്ടിപ്പറിച്ചത്. പോണ്ടിച്ചേരി കടലൂർ സ്വദേശിയാണ് പ്രവീൺ കുമാർ. അമ്മ മീനാക്ഷി കേരളത്തിൽ പലയിടത്തായി ജോലി ചെയ്തിരുന്നതിനാൽ തൃശൂരിലും പാലക്കാടുമാണ് പ്രവീൺ പഠിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട്ടെ കെയർ ഹോമിൽ നിന്നും തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റിയ കാര്യം തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. പാലക്കാടേക്ക് ഞാനാക്കി കൊടുത്തു. മുട്ടിക്കുളങ്ങര അവന്റെ ഓഫീസിൽ പോയി, ചൈൽഡ് വെൽഫെയർ ഓഫീസിൽ പോയി സംസാരിച്ച് അവിടെ നിന്ന് ലെറ്റർ മേടിച്ച് മുട്ടിക്കുളങ്ങര ഹോസ്റ്റൽ വരെ ഞാൻ കൊണ്ടുപോക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എങ്ങനെ വന്നു ചേർന്നു എനിക്കറിയില്ല. ഞാൻ ഇവനെ മുട്ടിക്കുളങ്ങര ഹോസ്റ്റൽ വരെ ഞാൻ കൊണ്ടുപോക്കിയിട്ടുണ്ട്. 6 മാസം മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മായി ഞാൻ ഇതുപോലെ പഠിക്കാൻ ഇവിടെ കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നെന്ന് ചോദിച്ചു. അവിടെ നിന്ന് പ്രായം കഴിഞ്ഞു ഇങ്ങോട്ട് മാറ്റി അമ്മയെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം പ്രവീൺ ലഹരി വസ്തുക്കൾക്ക് അടിമയായിരുന്നെന്നും പയ്യന്നൂരിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നെന്നും ഹോസ്റ്റൽ അധികൃതർ പറയുന്നു. എന്നാൽ പ്രവീണിനെ ചികിത്സിക്കുന്ന കാര്യമോ എന്താണ് അസുഖമെന്നോ തങ്ങളെ അറിയിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ദുരൂഹത ആരോപിച്ച കുടുംബം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചു. തലശ്ശേരി ACPക്ക് പരാതിയും നൽകി. ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടാണ് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങിയത്. പിന്നീട് തലശ്ശേരി നിദ്രാ തീരത്ത് സംസ്കരിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.